നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അക്ഷയ്. ഞാൻ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ കുറച്ച് ചെറിയ നോട്ടൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് നോക്കി വായിച്ചു കഴിഞ്ഞാല് മറ്റേ പത്രത്തില് വാർത്ത വായിക്കുന്ന പോലെയും. അപ്പൊ ഞാൻ ജസ്റ്റ് റെഫറൻസിന് വേണ്ടി വെച്ചിട്ടുള്ളതാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലോ ഓഫ് അട്രാക്ഷൻ. അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. അപ്പൊ ഇതില് നമ്മുടെ ജീവിതത്തില് നമ്മൾ കുറെ നേട്ടങ്ങള് വേണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ അതൊരിക്കലും കുറെ പേർക്കൊക്കെ, ഒരു 90% ആളുകൾക്കും ഈ നമ്മള് വേണം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങള് അത് അച്ചീവ് ചെയ്യാൻ പറ്റാറില്ല. അത് എന്താണ് അത് അച്ചീവ് ചെയ്യാൻ പറ്റാത്തത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 90% ആൾക്കാർക്കും അച്ചീവ് ചെയ്യാറില്ല. 10% ആൾക്കാർ അച്ചീവ് ചെയ്യാറുണ്ട്. അവര് സെൽഫ് കോൺഫിഡൻസും അതേപോലെ തന്നെ നിശ്ചയദാർഢ്യമുള്ള ആൾക്കാരായിരിക്കും. അതല്ലാത്ത ആൾക്കാർക്കാണ് ഇത് അച്ചീവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞൊരു ആകർഷണ നിയമം എന്നും പറയാം. അങ്ങനത്തെ ഒരു സംഗതി ഉണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് സയന്റിഫിക് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇതൊരു ബിലീഫാണ്. ഇത് ഞാൻ പറയാനുള്ള കാരണം, എനിക്ക് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ഉപയോഗപ്പെടും. ഇത് പ്രവർത്തിക്കുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 100% ഉറപ്പാണ് ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ എങ്ങനെ സംഭവിക്കും. അപ്പോ ഇത് ഞാൻ ചെയ്യാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് എനിക്കിത് അനുഭവമുണ്ട് ജീവിതത്തില്. ഞാൻ 9th 10th പഠിക്കുന്ന സമയത്ത്, ഇപ്പൊ എനിക്ക് 10-22 വയസ്സാണ്. അപ്പൊ ഒരു 5-6 വർഷം ഒരു 4-5 വർഷം മുന്നെയാണ് എനിക്ക് തോന്നുന്നു. അപ്പൊ ആ സമയത്ത് ഞാനിങ്ങനെ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി അറിഞ്ഞിട്ട് ഞാനത് അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പൊ അതെനിക്ക് കറക്റ്റായിട്ട് വർക്ക് ആയിട്ടുണ്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ വിചാരിച്ചത്, ഞാൻ CBSE പഠിച്ചത്. അപ്പൊ എനിക്ക് SSLCയില് ഫുൾ A+ കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ആഗ്രഹിച്ച കാര്യം അത് ഓൾറെഡി ഞാൻ അച്ചീവ് ചെയ്തതായിട്ട് ഞാൻ ഇമാജിൻ ചെയ്യും. അങ്ങനെ ഇമാജിൻ ചെയ്യുമ്പോൾ അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മള് ഇമാജിൻ ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കത് ഇത്രയും കൂടി നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെ അതുകൊണ്ട് ഗുണം ഉണ്ടാകുന്നു. വെറുതെ നമ്മളിങ്ങനെ വെറുതെ പറയാണ് നമ്മൾ ഇന്ന ലെവലിൽ എത്തും, അപ്പൊ നമുക്ക് ആ ഫീല് കിട്ടില്ല. അപ്പോ നമ്മളിത് സങ്കല്പിച്ച് നോക്കണം. അപ്പൊ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആയിരിക്കുന്ന 2 സമയമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. ഒന്ന് പുലർച്ചെ രാവിലെ, അതായത് നമ്മൾ എണീക്കുന്ന സമയം. എണീറ്റ് ഒരു അരമണിക്കൂറിനുള്ളിലോ അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് അരമണിക്കൂർ മുന്നേ ആണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റവും ആക്റ്റീവ് ആയിട്ടിരിക്കുക. ആ സമയത്താണ് നമ്മൾ ഈ അഫർമേഷൻസ്, വിഷ്വലൈസേഷൻസ് ഒക്കെ കൊടുക്കേണ്ടത്. അപ്പൊ ഇത് കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഉദാഹരണം പറയാം. എന്റെ അനുഭവം ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് ഫുൾ മാർക്ക് കിട്ടണം എന്നായിരുന്നു എന്റെ ആഗ്രഹം, ഫുൾ A+. അപ്പൊ ഞാൻ വിചാരിച്ചു അതായത് എനിക്ക് 10ാം ക്ലാസ്സിൽ ഞാൻ ഫുൾ A+ മേടിക്കുന്നു. എൻ്റെ അച്ഛനും അമ്മയും ഇങ്ങനെ വേദിയിൽ ഇരുന്നിട്ട് അത് കാണുന്നു. എനിക്ക് എൻ്റെ സ്കൂളിൽ നിന്ന് ട്രോഫി കിട്ടുന്നു, എന്നെ ആദരിക്കുന്നു. അപ്പൊ ഞാൻ സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കുന്നു, ബാക്കിയുള്ളവർ കൈയടിക്കുന്നു. ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഇമാജിൻ ചെയ്യും. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇമാജിനേഷൻ ചെയ്തിട്ട് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് കിട്ടില്ല. അതിനൊപ്പം നമ്മൾ വർക്ക് ചെയ്യും കൂടി വേണം. പക്ഷെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു മോട്ടിവേഷനും ഒരു പുഷും കിട്ടും. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു പുഷും ഒരു സപ്പോർട്ടും മോട്ടിവേഷനും കിട്ടും ഈ ഇമാജിനേഷൻ കൊണ്ട്. അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. അപ്പൊ നമ്മളിങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമുക്കത് അച്ചീവ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടും. സയന്റിഫിക് അല്ല, സയന്റിഫിക് ആയിട്ട് ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല. പക്ഷെ ഇത് കുറെ പേർക്ക് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ 100% ഇത് വർക്കാവും എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും അച്ചീവ് ചെയ്യാൻ പറ്റും. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് യൂട്യൂബ് വീഡിയോസ് എടുത്ത് പരിചയമൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ടൊരു തുടക്കക്കാരനാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. പക്ഷെ ഞാൻ പറയുന്നത് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. അപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ, അപ്പൊ ഇങ്ങനെയാണ് സംഭവിച്ചത്. അപ്പൊ എനിക്ക് ഇത് എങ്ങനെ സക്സസ് ആയി ചോദിച്ചു കഴിഞ്ഞാല് ഒരു 80% ഞാൻ സക്സസ് ആയി ഇതില്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് 10ാം ക്ലാസ്സിൽ എനിക്ക് 3 A+ ആണ് കിട്ടിയത്. അറിയാലോ, 5 സബ്ജക്റ്റ് ആണുള്ളത്. അപ്പൊ ഞാൻ ഫുൾ A+ന് വേണ്ടിയിട്ട് എയിം ചെയ്തു. പക്ഷെ എനിക്ക് 3 A+ ആണ് കിട്ടിയത്. അപ്പോ എന്റെ വർക്കിന്റെയും എന്റെ ഇമാജിനേഷന്റെ ഇന്റൻസിറ്റി അനുസരിച്ചിട്ടാണ് എനിക്കിത് കിട്ടിയത്. അപ്പോ ഇത്രയും കൂടി ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫുൾ A+ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഒരിക്കലും ഇത് നമുക്കിത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നമുക്ക് അത് നടക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും ഇമാജിനേഷൻ ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോ ഒരു 3A+ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചതെന്നാണ്.
അപ്പൊ നിങ്ങൾ ഇത് എങ്ങനെ ട്രൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മള് രാവിലെ എണീക്കുന്ന സമയത്ത്, നമ്മള് വൈകുന്നേരം ഉറങ്ങുന്നതിന് മുമ്പും ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. ഇത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് ഇമാജിൻ ചെയ്യാം. ഉദാഹരണം പറയാം, പല ആൾക്കാർക്കും പല ആഗ്രഹങ്ങളല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഒരു കാറ് മേടിക്കണം എന്നാണ് ആഗ്രഹം എങ്കിൽ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നിങ്ങൾ ഷോറൂമിൽ പോയിട്ട് കാറ് ബുക്ക് ചെയ്യുന്നു, എന്നിട്ട് നിങ്ങൾ കാറ് ഡെലിവറി എടുക്കുന്നു. ഡെലിവറി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ കീ കൈമാറില്ലേ, ആ വലിയ കീ കൈമാറുന്നു. നിങ്ങളുടെ അച്ഛനമ്മയൊക്കെ നിൽക്കുന്നു, നിങ്ങൾ ആ കാർ ഓടിച്ച് പോകുന്നു. അപ്പൊ ആൾക്കാരൊക്കെ നിങ്ങളെ നോട്ടീസ് ചെയ്യുന്ന ഇറങ്ങി വരുമ്പോൾ, നിങ്ങളൊരു BMW ബെൻസ് ഒക്കെ എടുക്കണമെങ്കിൽ ആ രീതിയിൽ. ഇതൊന്നും അത്ര എളുപ്പത്തിൽ നടക്കുന്നില്ല. ഒരു വർഷം അല്ലെങ്കിൽ 5 കൊല്ലം കൊണ്ടൊക്കെ നമുക്ക് വലിയ വണ്ടികളൊക്കെ മേടിക്കാൻ സാധിക്കും, ഉറപ്പാണ്, നമ്മളിത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം, ഇത് ഇമാജിൻ ചെയ്യാം. എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് വണ്ടി പാർക്ക് ചെയ്യുന്നു, നമ്മൾ താക്കോലെടുത്ത് ആണിയിൽ മാട്ടുന്നു, അത് പിറ്റേ ദിവസം എടുത്തിട്ട് നമ്മൾ കൊണ്ടുവരുന്നു, പിന്നെ വണ്ടി ഓടിക്കുന്നു. ഇതൊക്കെ നമ്മൾ ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ 100% ഉറപ്പാണ് ഇത് നടക്കും. ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയണം, എന്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അധികം അച്ചീവ്മെന്റ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം അതിനുശേഷം ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല. അത് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് സക്സീഡ് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ ടൈം. അതിന്റെ സമയം എടുക്കും, അല്ലാണ്ട് ഓൾ ഓഫീസ് ആയിട്ടൊന്നും നടക്കില്ല. പിന്നെ നമ്മൾ എന്താ പറയാ, നമ്മളൊരു കാശുകാരനാണ് ആവണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഇങ്ങനെ ഇമാജിനേഷൻ ചെയ്യുക. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങും, കാശ് നമ്മൾ സംഭരിക്കാൻ തുടങ്ങും, ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ പല രീതിയിൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഒരു ബ്രെയിനിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ബ്രെയിനിന് റിയാലിറ്റിയും ഫേക്ക് സിറ്റുവേഷനും നമ്മൾ തിരിച്ചറിയാൻ പറ്റില്ല. എന്താ വെച്ച് കഴിഞ്ഞാല്, ബ്രെയിൻ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, നമ്മുടെ ബ്രെയിനില് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് സ്വപ്നങ്ങൾ കാണുമ്പോൾ അത് റിയൽ ആണെന്നല്ല നമ്മൾ വിചാരിക്കുന്നത്. അതപ്പോ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. വാട്ട് ഈസ് എ റിയൽ സിറ്റുവേഷൻ ആൻഡ് വാട്ട് ഈസ് എ ഫേക്ക് സിറ്റുവേഷൻ. വി ക്യാൻറ്റ് നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ബ്രെയിനില്ല. അപ്പൊ നമ്മളിതിങ്ങനെ ചിന്തിക്കുന്ന സമയത്ത്, നമ്മൾ ഇമാജിനേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതേ ഫീലാണ് കിട്ടുക. ഈ സംഭവം റിയൽ ആയിട്ട് നടന്ന എന്ത് ഫീല് കിട്ടും, അതേ സെയിം ഫീലാണ് നമുക്ക് ഇമാജിനേഷൻ ചെയ്യുമ്പോൾ കിട്ടുക. അപ്പൊ ഈ ഇമാജിനേഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ശരിക്കും അത് അച്ചീവ് ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ ഫീല് കിട്ടും. അപ്പൊ ആ ബ്രെയിൻ നമ്മളെ അതിന് സപ്പോർട്ട് ചെയ്യും, അത് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനും. ഇതിന്റെ കൂടെ നിങ്ങൾ വർക്കും കൂടി കുറച്ച് എഫേർട്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സക്സീഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് ഇതിലെ കാര്യങ്ങള്. പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, ഇത്രയൊക്കെ തന്നെയാണ് ഇതിന്റെ കാര്യങ്ങള്. അപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ ഒരിക്കലും നിങ്ങൾ ഇത് സംശയബുദ്ധിയോടുകൂടി കാണരുത്. നിങ്ങൾ ഉറപ്പായിട്ട് വിശ്വസിച്ച് അത് നടക്കും എന്ന് വിചാരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ 100% ഇത് നടക്കും, ഉറപ്പാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ മെഡിറ്റേഷൻ എങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാം എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.